ഇന്നെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെ പരിചയപ്പെടാം. വെൽക്കം ടു വോക്ക് ആൻഡ് ലാഡൻ. ഇതാ കൂന്തൽ മീൻ, അതായത് കണവ എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി ബിരിയാണി വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതിനെ നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ടെടുക്കാം. ആദ്യം തന്നെ ചെയ്യുന്നത് കടായി അടുപ്പിൽ വെച്ചിട്ട് ഈ സവാളയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതാ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ട് റെഡിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ പുളി വേണ്ട എന്നുള്ളത് ഇതുകൊണ്ട് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇനി അടച്ച് വെച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ സവാളയൊക്കെ വറുത്ത് കോരി അതേ കടായിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവ മീനുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 കപ്പ്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിനൊന്നും അളവുകളില്ല കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോല, അതുപോലെ തന്നെ ഒരു ബേ ലീവ്സ്, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണ വരെ വെച്ചു. പിന്നെ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും, നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ ഒരനക്കം ഉപ്പ് മുന്തി നിൽക്കണം, അപ്പോഴേ നമ്മൾ ചോറിൽ കറക്റ്റ് പരുവം വരുള്ളൂ. അപ്പോൾ ഇതാ മീനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കലും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്ത് ഉടനെ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ നമ്മൾ അതായത് നെയ്ച്ചോറ്, ബിരിയാണി ഏത് രീതിയിൽ വെക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരി ഇട്ട ഉടനെ തന്നെ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. ചോറും വെന്ത ഉടനെ നമുക്ക് ജസ്റ്റ് ലെയറാക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, ദമ്മിടാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പകുതി അല്ലെങ്കിൽ മുക്കാലോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി തൈരാണ്, 1.5 ടീസ്പൂൺ തൈര് കൂടി ചേർത്തു. നിങ്ങൾ മസാല ചേർക്കുമ്പോൾ തന്നെ തൈര് ചേർത്തേണ്ടതുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ അളവ് കുറക്കാം കേട്ടോ. ഇനി ബിരിയാണി മസാല, അത് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്തു. ഇനി അതെല്ലാം ഗരം മസാല ചേർത്താലും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കൂന്തൽ ഇതിലേക്ക് ചേർത്തിട്ട് അതും ഈ മസാലയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കും. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നല്ലേ, അതാണ് മല്ലിയില. അതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയുടെ പകുതി പുതിനയില. ഇനി അതിൻ്റെ മുകളിലേക്കായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. സവാള, അതുപോലെ അണ്ടി, മുന്തിരി, മല്ലിയില ഇത്രയും അതിൻ്റെ ഇടയിലും ലെയറായിട്ട് ചേർത്ത് കൊടുക്കും. സാധാ ഏത് ബിരിയാണിയാണോ ദമ്മിടുന്നത് അതേപോലെ തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റമില്ല.
ലാസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചു. അരമണിക്കൂർ ദമ്മിലും തീയൊന്നുമില്ലാതെ ഓഫാക്കിയിട്ട് അങ്ങനെയും വെച്ചു. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. നന്നായിട്ട് ഇളക്കി റെഡിയാക്കി മറ്റൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.